ഓർക്കസ്ട്ര ഷംസുദ്ദീൻ വയനാട്, ഓർക്കസ്ട്ര നിതീഷ് റാണ ഫ്രം ഊട്ടി. മണ്ണും മഴവോ. ഹലോ ഗൈസ്, അപ്പം ഇന്ന് ഞങ്ങൾ ഈ പോണത് എങ്ങനെയാണെന്നറിയോ? ഇന്ന് ഞങ്ങൾ പോണത് നല്ലൊരു ഗ്രില്ലടിക്കാൻ വേണ്ടി പോവുക. ഇപ്പോഴാണെങ്കിൽ അടിപൊളി ക്ലൈമറ്റ് ആണ് കേട്ടോ, നല്ല തണുപ്പാ. അപ്പൊ നമ്മുടെ ഡേവിഡ് കൃത്യസമയത്തിന് തന്നെ എത്തി. അങ്ങനെ പിന്നെ നമ്മുടെ സാധന സാമഗ്രികളൊക്കെ ഡിക്കിയിൽ കയറ്റിയിട്ട് അവിടുന്ന് പിന്നെ നേരെ വിട്ടുട്ടാ. 1-2 സ്ഥലത്ത് കയറാണ്ട് പോണ വഴിക്ക്. അങ്ങനെ ആദ്യം നമ്മ പോയത് വെള്ളം ഫില്ല് ചെയ്യാൻ വേണ്ടി പോയിട്ടാ. അവിടെ ആകുമ്പോൾ നമുക്ക് കൈ കഴുകാനൊക്കെ വെള്ളം വേണ്ട, അപ്പൊ അതിന് വേണ്ടിയിട്ട് വെള്ളം ഫില്ല് ചെയ്യാനായിട്ട് പോയി. അതിൻ്റെ ഇടയിൽ നമ്മളെ ഷംസുവിന് നമ്മൾ മറ്റേ റൊട്ടിയില്ല, പാകിസ്ഥാനി റൊട്ടിയുണ്ട്, അത് വാങ്ങാൻ വിട്ടു. നിതീഷ് പൊറോട്ടയും വാങ്ങാൻ വേണ്ടി പോയിട്ടാ. പിന്നെ നേരെ നമ്മുടെ ഗ്രില്ലിംഗ് സ്പോട്ടിലേക്ക് വിട്ടുട്ടാ. ഇതെവിടെയാന്ന് വെച്ചാൽ ഞങ്ങൾ ചൂണ്ടാൻ പോകാറുള്ള സ്ഥലത്ത് തന്നെയാണ് കേട്ടോ. ഞങ്ങൾ ഇടയ്ക്ക് പോകുമ്പോൾ നോക്കി വെച്ചിരുന്നു, ഇവിടെ വരാം ഗ്രില്ലടിക്കാന്നൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെ പ്രവാസികൾക്ക് ആകെയുള്ള ഒരു എൻജോയ്മെന്റ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. നമ്മളെന്നും ഇങ്ങനെ പണിയെടുത്ത് ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് വല്ല മെന്റൽ വരും. അതിനും നല്ലത് ഇടയ്ക്കൊക്കെ ഇങ്ങനെ പുറത്തൊക്കെ പോയി എല്ലാവരും കൂടി അടിച്ചു പൊളിക്കുമ്പോൾ ഒക്കെ തന്നെ നമുക്ക് എന്താ പറയുക, നല്ലൊരു ഹാപ്പിനെസ്, മനസ്സിനൊരു സന്തോഷമായിരിക്കും. പിന്നെ നമുക്ക് പിറ്റേ ദിവസമൊക്കെ വർക്കിന് പോകാൻ അതിലൊരു സമാധാനമൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ സ്ഥലത്തെത്തി നമ്മുടെ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യുക, ഗ്രില്ല് വെക്കാനുള്ളതൊക്കെ നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറെ നേരത്തെ പരിശ്രമത്തിന് ശേഷം നമ്മുടെ ഗ്രില്ലിന്റെ സാധനം സെറ്റ് ആയിട്ടാ. പിന്നെ നമ്മൾ ചാർക്കോൾ കൊണ്ടുണ്ടായിരുന്നു, വന്നാലും ഒരു 2-3 മരത്തിന്റെ പീസൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് അതിരുന്നിട്ട് വെട്ടി പൊളിക്കുന്നതായി കാണണം. അപ്പൊ അടുത്ത ടാസ്ക് നമുക്ക് ഇത് കത്തിക്കണം. ഇത് കത്തിക്കൽ കുറച്ച് ടാസ്ക്കാണ്, പക്ഷെ ഞങ്ങളുടെ അടുത്ത് കത്തിക്കുന്ന സാധനം ഇതൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ പെട്ടെന്ന് കത്തിപ്പിടിച്ച് തീയൊക്കെ കത്തി തുടങ്ങിയപ്പോഴത്തേനും ഷംസുവിന്റെ ഒക്കെ മൂഡ് സ്വിച്ച് ഇട്ട പോലെ മാറിയിട്ടാ. ഷംസൊക്കെ ഡാൻസോട് ഡാൻസ്. പിന്നെ സമയം കളയാനില്ല, വിഷം തുടങ്ങി. അങ്ങനെ നേരെ ഗ്രില്ലുമ്പേക്ക് എന്ത് ചെയ്തു, നമ്മുടെ ചിക്കൻ അങ്ങോട്ട് നിരത്തി അങ്ങോട്ട് വെച്ചുട്ടാ. ഇത് വലിയ ഗ്രില്ല, നല്ല വലുപ്പുണ്ട്. നമ്മുടെ ഡേവിഡ് മച്ചാന്റെ ഗ്രില്ല, അതുകൊണ്ട് നമുക്ക് ഒറ്റ ട്രിപ്പും തന്നെ ഫുള്ള് നമ്മുടെ സംഭവങ്ങൾ കഴിയും. സൈഡിൽ കൂടെ നമ്മുടെ അഷ്റഫ് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഓയിലേക്ക് അടിച്ചു കൊടുത്തിട്ട് ഫുള്ള് തീ മയ്യാക്കി അതിൻ്റെ ഉള്ളിൽ. അതിന്റെ ഇടയിൽ കൂടെ ഷംസ് എല്ലാ ചിക്കനും വെച്ചിട്ടാ. പിന്നെ തീ കെടുന്നുണ്ടായിരുന്നില്ല, പിന്നെ നമ്മ അത് മൂടി വെച്ചപ്പോ തീ. പിന്നെ അവിടുന്ന് ഫുള്ള് കാത്തിരിപ്പായിരുന്നു. ഇതായിട്ട് വേണം അടുത്ത സാധനം കയറ്റാൻ വേണ്ടിട്ട്, എന്നിട്ട് വേണം കഴിച്ചു തുടങ്ങാൻ വേണ്ടിട്ട്. അപ്പൊ പിന്നെ നല്ല തണുപ്പുള്ളതുകൊണ്ട് നമ്മൾ ഇതിന് ചുറ്റും തന്നെ ഇങ്ങനെ കഥകളൊക്കെ പറഞ്ഞ് അതിന്റെ ഇടയിൽ ഓരോരുത്തരും മാറി ചിക്കൻ മറിച്ചും തിരിച്ചൊക്കെ വെക്കുന്നുണ്ട്, തുറക്കുന്നുണ്ട്, വെക്കുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. എല്ലാ സൈഡിൽ കൂടെ നടക്കണ്ടേ. അത് കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ ചിക്കൻ അടിപൊളിയായിട്ട് ആയി. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു, ചിക്കൻ ഫുള്ള് അതിൽ നിന്ന് മാറ്റി നേരെ എന്ത് ചെയ്തു, നമ്മളൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ചിക്കൻ വാങ്ങാൻ പോയപ്പോ അവിടെ നല്ല മീൻ കണ്ടു, നമ്മുടെ തിലാപ്പിയ. അപ്പൊ 2 തിലാപ്പിയ വാങ്ങിണ്ടായിരുന്നു. തിലാപ്പിയ നമ്മുടെ പ്ലാനിങ് എന്തായിരുന്നു വെച്ചാൽ വാഴലയിൽ പൊതിഞ്ഞ് വെക്കാം, അപ്പൊ അടിപൊളിയായി കിട്ടില്ല അങ്ങനെ വിചാരിച്ചിരുന്ന. പക്ഷെ വാഴല എടുക്കാൻ മറന്നുപോയി. അപ്പൊ പിന്നെ ഒന്നും ചെയ്യാനില്ല, നേരെ എടുത്തിട്ട് ഗ്രില്ലും വെക്കി കുറച്ചു നേരം വേണ്ടി വന്നോട്ടോ. ഫിഷ് ആയതുകൊണ്ട് വേഗം റെഡി കുക്കായി ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ അത് നേരെ എടുത്തു. പിന്നെ എല്ലാവരും കൂടി അപ്പത്തിന് ഒരു സൈഡിൽ നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ പായൊക്കെ കൊണ്ടുണ്ടായിരുന്നു, അതൊക്കെ വിരിച്ച് ഫുള്ള് സെറ്റപ്പ് ആയിട്ട്. പിന്നെ നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തക്കാളി, പിന്നെ അതുപോലെ തന്നെ നീണ്ടിട്ടുള്ള വലിയ പച്ചമുളക്, പിന്നെ നമ്മുടെ വൈറ്റ് ഒണിയൻ, ഇതൊക്കെ കൂടിയിട്ട് നമ്മുടെ ഗ്രില്ലുമ്മ വെച്ചുവിട്ട് അതൊന്ന് ഗ്രില്ല് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇതിന്റെ കൂടെ കഴിക്കാനായിട്ട് അടിപൊളിയാണ്. അപ്പൊ അതും കൂടി ഗ്രില്ല് ചെയ്തിട്ട് പിന്നെ നമ്മുടെ ഡേവിഡ് മച്ച റൂമിൽ നിന്ന് തന്നെ നല്ല കിടിലൻ ചായ വെച്ചോണ്ടെന്നിട്ട് നല്ല ചൂട് ചായ. അപ്പൊ അത് അവിടെ ഇരുന്നിട്ട് അത് ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഷംസ് ഒരു സൈഡിൽ കൂടെ. അപ്പൊ അങ്ങനെ നമ്മുടെ എല്ലാ സാധനങ്ങളും റെഡി ആയില്ല. അപ്പൊ പിന്നെ ഒന്നും നോക്കാനില്ലല്ലോ, നേരെ ഫുഡ് അടിക്കാനായിട്ട് ഇരുന്നു. ഫുഡ് അടിക്കാനായിട്ട് നമുക്ക് ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു. നമ്മുടെ ചിക്കൻ ഉണ്ടായിരുന്നു, ഫിഷ് ഉണ്ടായിരുന്നു, പിന്നെ പൊറോട്ട ഉണ്ടായിരുന്നു, പാകിസ്ഥാനി റൊട്ടി ഉണ്ടായിരുന്നു, പിന്നെ കുബൂസ് ഉണ്ടായിരുന്നു. അതും കൂടാണ്ട് നമ്മുടെ വെജിറ്റബിൾ ഗ്രില്ല് ചെയ്ത സാധനങ്ങൾ, പിന്നെ നമ്മുടെ ഡേവിഡ് ഉണ്ടാക്കി കൊണ്ടുവന്ന ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടായിരുന്നു കേട്ടോ, നമ്മുടെ ഫിലിപ്പീനി സോസ് ഉണ്ടായിരുന്നു. പിന്നെ അത് കൂടാണ്ട് നമ്മുടെ ടൊമാറ്റോ സോസ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഉണ്ടാക്കിയ ഒരു മയോണൈസ് ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അവിടെ ഇരുന്ന് നല്ല അടിച്ചുവിട്ടു. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ചിക്കനൊന്നും നമ്മൾ ഇത്രയ്ക്ക് അങ്ങോട്ട് റെഡി ആവുമെന്ന് വിചാരിച്ചില്ല, പക്ഷെ അടിപൊളിയായിരുന്നു. ഫിഷ് പക്ഷെ കുറച്ചും കൂടി റെഡി ആവാനുണ്ട്. മീൻസ് അതെന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ വാടയിലയിൽ വെക്കാമെന്ന് വിചാരിച്ചിരുന്നത്. ഗ്രില്ലുമ്മ വെച്ചപ്പോൾ നമുക്കത് അങ്ങോട്ട് സെറ്റായില്ല. കുറച്ചൊക്കെ അതുമ്പോൾ ഗ്രില്ലും ഇരുന്നുകൊണ്ട് അങ്ങോട്ട് റെഡി ആയില്ല. പക്ഷെ എന്നാലും ചിക്കൻ അടിപൊളിയായിരുന്നു കേട്ടോ. അടിപൊളിയായിട്ട് ഇരുന്ന് എല്ലാവരും നന്നായി ആസ്വദിച്ച് അടിച്ചിട്ടാ. അങ്ങനെ നമ്മുടെ ഫുഡ് അടി കഴിഞ്ഞു കേട്ടോ. ഇനിയാണ് നമ്മുടെ മെയിൻ പരിപാടി. ഇനി ഫുള്ള് അടിച്ചുപൊളിയാ. അങ്ങനെ നമ്മുടെ
ഡേവിഡ് മച്ചാന്റെ 2-3 ഐറ്റംസ് ഉണ്ടായിരുന്നു. ഗിത്താർ ഉണ്ടായിരുന്നു, പിന്നെ നമ്മുടെ തബല പോലെ, തബല അല്ല ഇത്, ഇങ്ങനത്തെ ഒരു സാധനം കൊട്ടുന്നത് ഉണ്ടായിരുന്നു, പിന്നെ സ്പീക്കറും മൈക്ക് ഇതൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഫുൾ ആട്ടവും പാട്ടൊക്കെ ഇരുന്നു. ഗിത്താറൊക്കെ വെച്ചിട്ട് നമ്മുടെ ഷംസ് പാടറ കണ്ടല്ല പൊളി തന്നെ. അങ്ങനെ ഞങ്ങളെ പാട്ടും ഡാൻസൊക്കെ കണ്ടിട്ട് അപ്പുറത്തുണ്ടായിരുന്ന ഒരു അറബി വന്നുട്ടാ. എന്നിട്ട് ഈ ചങ്ങായി വന്നിട്ട് പറഞ്ഞു ചങ്ങായിക്ക് ഇത് കൊട്ടാൻ കൊടുക്കാനായിട്ട്. പിന്നെ ആളിരുന്ന് വെറും കൊട്ടനിരുന്നു. ആള് നല്ല വൈബ്. അങ്ങനെ കുറെ നേരം കഴിഞ്ഞപ്പോ നമ്മുടെ അറബി പോയിട്ടാ. ഇനി ഞങ്ങളുടെ കലാപരിപാടികൾ കാണാട്ടാ. പിന്നെ അവിടുന്ന് വെറും പാട്ട് മത്സരം ഇരുന്നുട്ടാ. ഞാനും ഷംസും മാറി മാറി പാട്ടുകൾ പാടിക്കൊണ്ടേ ഇരിക്കും. മണ്ണും മഴവോ ഒരു പാട്ട് പാടുന്നതാണ്. വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. അങ്ങനെ നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ സാധനങ്ങളൊക്കെ എടുത്ത് വണ്ടി കയറ്റിക്കൊണ്ടേ ഇരിക്കുകയാണേ. അപ്പൊ ശരി ഗൈസ്, ഓക്കെ ബൈ.